ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. എൻ്റെ മുഖത്ത് നോക്കിയ ഒരു ജാടയൊക്കെ ഇല്ലെന്ന്. ശരിക്കും നല്ല ജാടയുണ്ട്, കാരണം ഞാൻ ദുബായിലാണ് നിൽക്കുന്നത്. ശരിക്കും എൻ്റെ ബൈക്കൊക്കെ ഞാനൊന്ന് മാറ്റി ഫുൾ കാറാക്കി മാറ്റി. ഓരോ ദിവസം ഓരോ കാറാണ്, ടാക്സി ആണെന്ന് മാത്രം. എന്തായാലും ദുബായിൽ വന്നിട്ട് ഞാൻ കേരളത്തിൻ്റെ സ്വന്തം ടേസ്റ്റുകൾ അന്വേഷിച്ച് പോവാണ്. ഇവിടെ മാർക്കോ പോളോ ഹോട്ടലിൽ പാം ഗ്രോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ തനി നാടൻ മലയാളി ഡിഷസ് കിട്ടുമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. കം. ഹായ്. നമുക്ക് ഒരു ചങ്ങനാശ്ശേരിക്കാരൻ ഷിബു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ, ഇവിടെ എങ്ങനെയാണ് ആൾക്കാർ? എത്ര വർഷം ഇത് തുടങ്ങിയിട്ട്? ഞങ്ങളിത് 9 വർഷമായി. അത് ശരി. ഇവിടുത്തെ ഷെഫൊക്കെ മലയാളിയാണോ? ഞങ്ങൾ എല്ലാവരും മലയാളിയാണ്. ശരി. നമ്മൾ സ്റ്റാഫിങ്ങിൽ പോലും ഒരു മലയാളി ഒരു ഇതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഞാൻ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു, കാരണം ഇവിടെ വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന്. ഇവിടെ വന്നപ്പോൾ എനിക്ക് സമാധാനമായി, കാരണം ഇവിടെ കംപ്ലീറ്റ് ഒരു ഞാൻ കേരളത്തിൽ വന്നിറങ്ങിയ പോലെയാണ്. കാരണം ഇവിടുത്തെ സെറ്റും പിന്നെ മുളയുടെ ഡിസൈനൊക്കെ കണ്ടപ്പോഴത്തേക്ക് സമാധാനമായി. ആനയുടെ നെറ്റിപ്പട്ടമുണ്ട്, നിലവിളക്ക്. എന്തൊക്കെ ഡിഷുകളാണ് ഇവിടുത്തെ ഫേവറേറ്റ് ഡിഷുകൾ? ഞങ്ങളിവിടെ നമ്മുടെ നാടൻ രീതിയിലുള്ള എല്ലാ ഫുഡുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. തനി നാടനാണ്. തനി നാടൻ. അപ്പോൾ വന്ന് കയറിയ സ്ഥലം കറക്റ്റായി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാം. തീർച്ചയായിട്ടും. എന്നാ ഇനി താമസിക്കണോ? കിച്ചണിലേക്ക് പോയിക്കൂടെ? അപ്പോൾ കിച്ചണൊക്കെ ഹൈടെക് സെറ്റപ്പ് ആണല്ലേ? തീർച്ചയായിട്ടും. ഇതാ ഞാൻ പറഞ്ഞ ഉപ്പുലി. ജോൺസൺ ചേട്ടൻ. ജോൺസൺ ചേട്ടൻ. ഓക്കെ. ഇതാണ് ഉദയൻ. ടൈഗർ. നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാണ്. ചേട്ടാ, നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽഡ് കൊഞ്ച്. ഓ, ഇത്രയും വലിയ കൊഞ്ചാണല്ലേ? വലിയ കൊഞ്ചാണ്. ക്ലീൻ ചെയ്ത് നല്ല റെഡിയാക്കി വെച്ചേക്കാം. അല്ല, ഈ കൊഞ്ച് ഇത്രയും വലുതൊക്കെ ഇവിടെ കിട്ടും? കിട്ടും. ശരി. ഇത് ടൈഗർ നാടൻ കൊഞ്ചാണ്. ഇത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെങ്കിലും? ഇത് സ്കിന്ന് പൊട്ടാതെ നോക്കണം. ഷെല്ല് പൊട്ടാതെ ക്ലീൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇതിന്ന് എന്തെങ്കിലും എടുത്ത് കളയാൻ? വേസ്റ്റ് ഒരു നാരുണ്ടാവും, അതൊക്കെ എടുത്ത് കളയാൻ. അതിൻ്റെ ഉള്ളൊരു വേസ്റ്റ് ഉണ്ട്, അതെടുത്ത് കളയാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കാം. തുടങ്ങാം. പിന്നെ എടുത്ത് നല്ലൊരു ഡിഷിലാക്കി അതിൽ ചേരേണ്ട സാധനങ്ങൾ. ഈ കൊഞ്ചിന്റെ കാലാണത്? കൊഞ്ചിന്റെ കാല. ഇത്രയും വലിയ കാലൊക്കെ ഉണ്ടല്ലേ? നമ്മൾ ആദ്യം ചേർക്കാൻ പോകുന്നത് ലൈം ജ്യൂസ്. നാരങ്ങ നീര്. എന്തിനാ പുളിയായി പിടിക്കണം. ശരി. അതിനുള്ള സാധനം ഒരു ചെറിയ പുളി വേണം. പിന്നെ ഉപ്പ് വേണം. പിന്നെ ഇതിന്റെ ഒരു സ്മെല്ലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അത് ഗാർലിക്കും ജിഞ്ചറും കൂടി അരച്ച പേസ്റ്റാ. ഇനി നമ്മൾ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കും. ശരി. മാഗ്നേറ്റ് വെക്കുന്ന പറഞ്ഞാൽ ശരിക്കും ഉപ്പും പുളിയൊക്കെ പിടിക്കാം. പിന്നെ നമ്മൾ ഇത് ഗ്രില്ല് ചെയ്യാൻ പോകണം. അതിനകത്ത് ഓൾറെഡി മസാലയൊക്കെ റെഡിയാക്കി വെച്ചാൽ ഈ മസാല കുറച്ചിടുക. ചില്ലി പൗഡർ മാത്രമല്ലേ അരച്ചിട്ടുള്ളത്? ഇതിനകത്ത് ഗരം മസാല ഉണ്ട്, ഉപ്പുണ്ട്, ശരി, പിന്നെ ആപ്പിൾ വിനീഗർ. അപ്പോൾ ഇതൊരു മസാലയാണ്. ഇതിനകത്ത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ആപ്പിൾ വിനീഗറും ചേർത്തിട്ടുണ്ട്. ശരിക്കും അതിനകത്തൊരു ഫ്ലേവർ വരാനായിട്ടാണ് ആപ്പിൾ വിനീഗർ ചേർക്കുന്നത്. ടേസ്റ്റ് നോക്കാമോ? ടേസ്റ്റ് നോക്കാം. നല്ല പുളിയിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഗ്രില്ല് ചെയ്യാം. ശരി. അപ്പോൾ ഇപ്പം ഇത് നാട്ടിലുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാട്ടിൽ നമ്മൾ ഇത് വരെ തവയിൽ വെക്കാം. ശരി. തവയിൽ വെച്ച് നമ്മുടെ ഈ അതൊക്കെ റെഡിയാക്കാം. തവയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ ഫ്രൈ പാനിനകത്ത് റെഡിയാക്കാം. എത്ര സമയം വേണം ഇത് റെഡിയാവാൻ? ഇതൊരു 10 മിനിറ്റ് കൂടി റെഡിയാവും. ചേട്ടന് ഏറ്റവും ഇഷ്ടം ഏതാ? മീൻകറിയാണ് ഏറ്റവും ഇഷ്ടം. മീൻകറിയും നല്ല നാടൻ ചോറും. കണ്ടോ, ചേട്ടന് ശരി, ചേട്ടന് എന്നെ പോലെ കൊതിയനാണ്. മീൻകറിയും നാടൻ ചോറും ഒക്കെയാണ് ചേട്ടന് ഇഷ്ടം. ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില ഇടുന്നു, കുറച്ച് ഇഞ്ചി ഇടുന്നു, ഓക്കെ, കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തത്. ശരി. ഇത്ര സാധനങ്ങളായി ഇത് റെഡിയാ. ഇതിവിടെ ആൾക്കാർ നല്ല ഡിമാൻഡുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മറിച്ച് വെക്കണം. മറിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും വേകാൻ വേണ്ടി. സാധാരണ ഫിഷിനെ അപേക്ഷിച്ച് ഇതിന് സമയം കുറവാണല്ലേ? ഇതിന് ഇച്ചിരി സമയം കൂടുതലെടുക്കും. ശരി. ചില ഇതിനകത്ത് മീറ്റ് കട്ടി മീറ്റാണല്ലോ. കട്ടി മീറ്റ് ആയതിൻ്റെ എല്ലാം ശരിക്കും കുക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് കൊടുക്കേണ്ടി വരും. അല്ല, സാധാരണ മീനിനെ അപേക്ഷിച്ച് കൊഞ്ചിന് സമയം കുറവല്ലേ? ഗ്രില്ല് ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതലും. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിരിക്കുന്നു. ഇനി നമ്മളൊരു നല്ലൊരു പ്ലാറ്റിലേക്ക് മാറിയിട്ട്
ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ലൊരു പ്ലാറ്റിലേക്ക് ഗാർണിഷിങ് ചെയ്ത് ഓക്കെ നല്ലൊരു പ്ലാറ്റിലേക്ക് മാറ്റാം. കൊഞ്ച് സെർവ് ചെയ്യുന്ന എപ്പോഴും ഇതേപോലെ ഒരു പ്ലാറ്ററിലാണ്. ശരി പ്ലാറ്ററിൽ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഷോ കാണുമ്പോൾ വലിയതാണെന്ന് തോന്നിക്കണം. ഓക്കെ നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കഴിച്ചെന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഫുഡാണ്. ശരി. അല്ല ഇതിന്റെ മണം കാരണം കുറെ സമയമായിട്ട് എന്റെ കൺട്രോൾ പോയിരിക്കുകയാണ്. ഇത് കൈ കിട്ടിയിട്ട് വേണം ഒന്ന് കഴിക്കാൻ. ദുബായിൽ വന്നിട്ട് സമയം നല്ലതാണെന്ന് തോന്നുന്നു. നല്ല കിടിലം കൊഞ്ചൊക്കെ എൻ്റെ കയ്യിൽ കിട്ടി. എന്തായാലും കഴിച്ചു നോക്കാം അല്ലേ? എന്തായാലും ഇതൊന്നും തീർക്കണ്ടേ. ഒരു കിടിലം സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാര പൊള്ളിച്ചതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കള്ള് ഷാപ്പുകളിലൊക്കെ പറയുമ്പോഴത്തേക്കും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. എനിക്ക് പാരയാവില്ലല്ലോ. മീനല്ല, ഇതിനൊരു പേരാണ് പാരമീൻ. പാരമീൻ. ഇനി നമ്മൾ പൊള്ളിക്കാൻ പോകണം. കുറച്ച് ഉപ്പിടുന്നു. അത് മാഗ്നേറ്റ് ചെയ്യാനുള്ളതാണ്. ലൈം ജ്യൂസ്. അപ്പൊ എല്ലാത്തിലും ഈ ലൈം ജ്യൂസ് ഉണ്ടാവും. പുളിയും ഉപ്പും ആവശ്യമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇത് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ലൊരു ഫ്രഷ് മണം വരും അല്ലേ? പിന്നെ സോഫ്റ്റ് ആവും, കുറച്ച് ടേസ്റ്റും കൂടും. മൂന്നുണ്ട് കാര്യം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാ. ഇത് കുറച്ച് പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ. ഇതാണ് ഒരു പുതിയ സാധനം. ഇതിന് ഇട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ. ശരിക്കും തേച്ച് പിടിപ്പിച്ച് ഇതായിട്ട് അവിടെ മാറ്റി വെച്ചു. 5 മിനിറ്റ് അത് പിടിക്കണം. പിന്നെ പറഞ്ഞാൽ ഇതാണ് പൊള്ളിക്കാനുള്ള മസാല. മസാല റെഡിയാണ്. ഇത് നമ്മൾ എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചേക്കും. ഇതിനകത്ത് എന്തൊക്കെ ചേരും? അത് ചേർക്കുന്ന സാധനങ്ങൾ ഉള്ളി ചോപ്പ് ചെയ്തത്. ഇത് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പാരക്കാണെങ്കിൽ ഈ വലിയ ഉള്ളി എത്ര എണ്ണം എടുക്കണം? ഇത് 2 ഉള്ളി. 2 ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചേക്കും. ഗാർലിക് ചോപ്പ് ചെയ്ത്, പച്ചമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ ഐറ്റംസ് ഒക്കെ ചേർത്ത് നമ്മൾ ഷോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം കുറച്ച് ഉലുവ ഇടാം. ഇത് വറുത്ത ഉലുവയാണ് അല്ലേ? ഉലുവ ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് കടുക് ഇടാം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഷോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങൾ ഉള്ളി, സവാള അരിഞ്ഞത്. ഇത് വേണമെങ്കിൽ 2 സവാളയൊക്കെ ചേർക്കാം അല്ലേ? 2 സവാള. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുടംപുളിയുണ്ട്, ഇഞ്ചി ചോപ്പ് ചെയ്തതുണ്ട്, പിന്നെ കറിവേപ്പിലയുണ്ട്, ഗാർലിക്കുണ്ട്, പിന്നെ ബ്ലാക്ക് പെപ്പറുണ്ട്. അത് പൊടിച്ചതാണ് അല്ലേ? അത് പൊടിച്ചതാണ്. പിന്നെ അതിനകത്ത് ചേർക്കുന്നത് വറുത്ത ഉലുവ, പിന്നെ കടുക്, വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടി അരച്ചതാണ്, ഷോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. കല്ലിൽ അരച്ചതിന് ശേഷം ഇത് വേവിച്ചെടുത്താണ്. ഒരു 15-20 മിനിറ്റ് ഒരു സിമ്മിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുത്താണിത്. അതാണ് ചെറിയ ചൂടുണ്ടായത്. നമ്മുടെ പാര റെഡിയാണ്, മസാല റെഡിയാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഒരു വാഴല എടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്തൊരു വാഴല. ഇതിനകത്തേക്ക് നമ്മൾ ഈ മീൻ എടുത്ത് വെക്കുന്നു. അത് വാഴയില എടുക്കുന്ന സമയത്ത് വാട്ടണ്ട വെറുതെ പച്ച വാഴ. അതിനകത്ത് മീൻ വെച്ചിട്ട് നമ്മൾ ഈ മസാല തേച്ച് പിടിപ്പിക്കും. മസാല തേച്ച് പിടിപ്പിച്ചു. മറിച്ച് വെക്കാൻ സൂത്രപ്പണികളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡിയാണ്. അതിൻ്റെ 2 സൈഡിലും മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. നമ്മുടെ പാരമീൻ ഇങ്ങനെ ചിരിക്കുകയാണ്. എന്തായാലും ഇത് പൊള്ളിച്ചെടുക്കാം അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ പൊള്ളിക്കാൻ പോണേ. പിന്നെ നല്ലൊരു കല്ലിൽ വെച്ച് ഇത് എത്ര സമയം എടുക്കും പൊള്ളിച്ച് വരാൻ? മാക്സിമം ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മറിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാര ഇലയിലൊക്കെ പൊതിഞ്ഞ് വെച്ചു. ഇനി 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മറിച്ച് വയ്ക്കണം. പിന്നെ 5 മിനിറ്റ് കൂടെ ഇരിക്കണം. മൊത്തം 10 മിനിറ്റ് മതി. ഇതിപ്പോൾ റെഡി ആയിരിക്കും. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി. ഓക്കെ. ജസ്റ്റ് ഓക്കെ. സാധനം ഓൾറെഡി കുക്ക്ഡാണ്. ഓക്കെ. ഇനി ഗാർണിഷിംഗ് ഇല്ലേ? ജസ്റ്റ് ഗാർണിഷിംഗ് ചെയ്ത്. അപ്പോൾ സാധനം നമ്മുടെ കയ്യിൽ കിട്ടി. കണ്ടോ? ശരിക്കും ഇത് ഈ ബ്രേക്കിൻ്റെ ഒരു 5 മിനിറ്റ് ഇവിടെ എനിക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. നല്ല മണമായിരുന്നു.
എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ടേസ്റ്റ് ഞാനിവിടെ കൂടിയാലോ എന്നൊരാ പിടിച്ചിട്ട് ടേസ്റ്റാണ്. ഇത് അമ്മച്ചിയാണോ പഠിപ്പിച്ചത്? ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചതാണ്. അവിടെയും ചെയ്യുമായിരുന്നോ? നാട്ടിൽ ചെയ്യും. അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. ഇല്ല. വീട്ടിൽ അമ്മനെ കൂടിയൊക്കെ അമ്മ കുക്കിങ്ങിനൊക്കെ പോകുമായിരുന്നു. ആദ്യമേ ഇഷ്ടമാണ്. അത് കൂടി ഞങ്ങൾ ശരി. അപ്പൊ അമ്മ നല്ല കുക്കായിരിക്കുമല്ലോ. ശരി. അമ്മയുടെ അത്രയും ടേസ്റ്റ് ഇവിടെ വന്നിട്ട് കിട്ടാറുണ്ടോ? ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഉഗ്രം ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്ത സാധനത്തിലേക്ക് പോകാം. ടേസ്റ്റ് ഓഫ് കേരളയുടെ പ്രേക്ഷകർക്ക് അസുലഭമായ ഒരു ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. മലയാളം അറിഞ്ഞൂടാത്ത ആൾ മലയാളം പഠിച്ചിട്ട്, പുള്ളിയുടെ പേര് തന്നെ ഉദയൻ എന്നാണ്. ശരിക്കും മലയാളി പേര് ആദ്യമേ ഇട്ടു. എനിക്ക് തോന്നുന്നു ആദ്യമേ അച്ഛനും അമ്മയും ചിന്തിച്ചിട്ടുണ്ടാവും മലയാളികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും ഇദ്ദേഹത്തിൻ്റെ യോഗം എന്ന്. എന്തായാലും ഉദയൻ ചേട്ടൻ നമുക്ക് ഉള്ളിത്തീയലാണ് മലയാളികളുടെ സ്വന്തം ടേസ്റ്റ്. മറ്റൊരു രാജ്യക്കാരനാണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. എടുക്കാം ഉള്ളിത്തീയൽ. ഓക്കെ, ആദ്യം എടുത്ത് ഞങ്ങൾ ആദ്യമായിട്ട് വാഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കട്ടിങ് ആക്കാം. ചെറുതായി രണ്ട് പീസ് കട്ടിങ് ആക്കാം. നമ്മൾ ഉള്ളി വാഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട്, ഇനി കട്ടിങ് ആക്കാം. ഇതിങ്ങനെ രണ്ടായിട്ട് കീറിയാൽ മതി അല്ലേ? രണ്ടായിട്ട് കീറിയാൽ മതി, ഇല്ലെങ്കിൽ മാഷായി പോകും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ശ്രീലങ്കൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയോ? അതെ, ഉണ്ടാക്കറിയും. എല്ലാം ഉണ്ടാക്കാറിയും. അത് ഈ ഉള്ളിത്തീയൽ ഇവിടെ വന്നിട്ടാണോ പഠിച്ചത്? ഇവിടെ വന്ന് പഠിച്ചതാണ്. ഈ ദുബായിൽ വന്ന് പഠിച്ചതാണ്. ആരാ പഠിപ്പിച്ചത്? നിങ്ങളുടെ നാട്ടുകാരല്ലേ. എന്തൊക്കെ സാധനങ്ങൾ അറിയാം? നിങ്ങളുടെ കേരള ഫുഡ് തന്നെ കുറച്ചും ഉണ്ടാക്കാറിയും. എല്ലാം അറിയും. ഓണ ഫുഡ് കുറച്ചും ഉണ്ടാക്കാറിയും. ഓണസദ്യ? അതെ. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ അല്ല, പുള്ളി പുപ്പുലിയാണ്. ഓണസദ്യ വരെ ഉണ്ടാക്കാൻ അറിയാന്നോ? എന്തായാലും ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഉള്ളി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കാം. മസാല എന്താണ്? ആദ്യം മസാല എടുക്കുക. ഞങ്ങൾ വറുത്തരച്ച മസാല ഞങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വറുത്തരച്ച മസാല? അതെ, ഞങ്ങൾ ഓൾറെഡി റെഡിയാക്കി ഇതിലുള്ള സാധനം മൊത്തം ഇതിൽ അരച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഈ വറുത്തരച്ച മസാലയുടെ കൂട്ട് ഇതാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ തേങ്ങയുണ്ട്, കുരുമുളകുണ്ട്, ജീരകമുണ്ട്, മല്ലിയുണ്ട്. ഇത് വലുത് ചെറുത്. ചെറിയ ജീരകമുണ്ട്, വലിയ ജീരകമുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ കറി മസാലയുണ്ട്. ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട ഒക്കെ ചേർന്ന മസാലയുണ്ട്. കുറച്ച് കറിവേപ്പിലയുണ്ട്. അതെ. ഇത് വറുത്തതിന് ശേഷം അരയ്ക്കും? വറുത്തതിന് ശേഷം അരയ്ക്കാം. കല്ലിലിട്ട് നല്ല അരച്ചെടുക്കുക. നിങ്ങളുടെ നാടൻ സ്റ്റൈലിൽ അരച്ചെടുക്കാം. അത് ശരി. ആദ്യം ഇത്തിരി ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ. 3 സ്പൂൺ മതി? 3 സ്പൂൺ വെളിച്ചെണ്ണ കഴിക്കാൻ പാടില്ല, ഒത്തിരി ഓയിൽ കഴിക്കാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് 3 സ്പൂൺ. 3 സ്പൂൺ മതി. ഇത് കടുക് വറുക്കണോ? പിന്നെ കടുക്. നല്ല പൊട്ടി തിരിക്കുന്നുണ്ട്. രണ്ട് ഉലുവ, കുറച്ച് ഉലുവ ഇടാം. പിന്നെ 2 പീസ് കറിവേപ്പില. ആദ്യം മാറ്റിയില്ല, കുറച്ച് മസാല ആയിട്ട് ഇതിലിടാം. കുറച്ച് മസാല ഇല്ലെങ്കിൽ നല്ല ഇത് പിടിക്കാൻ, ഇല്ലെങ്കിൽ കറിഞ്ഞു പോകും പെട്ടെന്ന്. പിന്നെ ഞങ്ങൾ ചെറിയ ഇത് ഇടാം, ഉള്ളി ഇടാം. അതെ. ഇപ്പൊ തന്നെ നല്ല മണം വരാൻ തുടങ്ങി. ആ വറുത്തരച്ച മസാല അതിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഇവിടെ എൻ്റെ കൺട്രോൾ പോകുന്നു. ഇനി ഇത്തിരി വെള്ളം ചേർക്കാം. നമ്മൾ കുറച്ച് കുക്കിംഗ് ആകാം. ഇത്തിരി ലൈറ്റായിട്ട്. പിന്നെ ഉപ്പ് ഇടാണ്. നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആദ്യം ഇത് ഉപ്പിട്ടൊക്കെ പിന്നെ ഇത് ഇടാം. വാളംപുളി. വാളംപുളി 2 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ ഞങ്ങൾ ഇതിൽ വെച്ചിരുന്ന മസാല മൊത്തം ഇതിലേക്ക് ഇടാം. ഓക്കെ ഓക്കെ. മസാല മുഴുവൻ ചേർക്കാം അല്ലേ? അതെ. നല്ല സോട്ടായിട്ട് കുറച്ചും കൂടെ വെള്ളം. അപ്പോൾ നമ്മൾ പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ചേർത്തു, കുറച്ച് ഉലുവ ചേർത്തു. ഉപ്പ് ടേസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ.
ഉപ്പ് കറക്റ്റാണ്, നല്ല ടേസ്റ്റുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. പാൻ ചൂടായപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു, അത് പിന്നെ കടുക് വറുത്തു. ആദ്യം കുറച്ച് കടുകിട്ടു, പിന്നെ ഉലുവ ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ അതിനുശേഷം കുറച്ച് മസാല, വറുത്തരച്ച മസാലയിൽ നിന്ന് കുറച്ചിട്ടു, ഒരു മണം വരാൻ വേണ്ടിയിട്ടാണ്, ഉള്ളിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി മുഴുവൻ ഇട്ടു. അതിനുശേഷം കുറച്ച് പുളി ചേർത്തു, കുറച്ച് ഉപ്പും ഇട്ടു. അതിനുശേഷം വറുത്തരച്ച മസാല ഫുള്ളായിട്ടിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയി. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാറായി. ലാസ്റ്റിൽ ഒരു 4 സ്പൂൺ തേങ്ങാപ്പാൽ, ചെറിയ സ്പൂൺ. അത് ശരി, തേങ്ങാപ്പാൽ നല്ല കളർ ടേസ്റ്റ് കിട്ടും. അത് ശരി. അപ്പോൾ അതാണ് ഇതിൻ്റെ സീക്രട്ട്. അവസാനം ഒരു 4-5 സ്പൂൺ തേങ്ങാപ്പാലും ചേർത്തു. ശരിക്കും മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്തായാലും ഉള്ളിത്തീയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഗാർണിഷ് കുറുക്ക പോലെ. ഓക്കെ, അത് കണ്ടോ, ഗാർണിഷ് ചെയ്യുകയും ചെയ്തു. ഒരു കുറച്ച് കടുക് വറുത്ത് അതിൻ്റെ മുകളിലിട്ടു. കടുക്, മുളക്, കറിവേപ്പില. കടുക്, മുളക്, കറിവേപ്പില. കണ്ടോ, ഗാർണിഷിങ് കഴിഞ്ഞു. അടിപൊളി, അടിപൊളി. ഉഗ്രൻ ടേസ്റ്റാണ്. ശരിക്കും ആദ്യമായിട്ടാണ് മലയാളി അല്ലാത്ത ഒരാൾ മലയാളത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട വിഭവം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം. ഓക്കെ, വീണ്ടും കാണാം. എന്തായാലും ഇവിടുന്ന് ഇതെല്ലാം കൂട്ടി ഊണും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ. ശരിക്കും ഞാൻ ഹാപ്പിയായി. അതല്ല, ദുബായിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ ബനാന ലീഫ് ഒന്നും ഇവിടെ പ്രതീക്ഷിച്ചതേ അല്ല. അപ്പോൾ നാട്ടിലെ പോലെ തന്നെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് എന്തായാലും കൺട്രോൾ പോകുന്നു. നമുക്ക് തുടങ്ങാം. ഈ ബനാന ലീഫ് എവിടെ നിന്നാണ് വരുന്നത്? ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് ഇവിടെ ഒരു റിസ്ക് എടുത്താണ് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ ഇവിടുത്തെ ഒട്ടുമിക്ക സാധനങ്ങൾ നാട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അന്ന് വെട്ടിയാലും അന്ന് തന്നെ വരും ഇങ്ങോട്ട്. അന്നല്ല, ഇത് ഏറിന് വരുന്നില്ല. അപ്പം ഇന്ന് നാളെ ഇവിടെ എത്തും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് കട്ട് ചെയ്ത് ക്ലിങ് ഫിലിമിനകത്ത് പൊതിഞ്ഞ് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെക്കും. ശരി, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി. ഞങ്ങൾ ഈ പൊള്ളിച്ചതൊക്കെ ഞങ്ങൾ എപ്പോഴും കഴിക്കുന്ന ഈ പൊള്ളിച്ചത് ഒരു ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പൊള്ളിച്ചതെന്ന് എനിക്കാണ്, വേറെ ആർക്കും കൊടുക്കൂല. ഞാനിത് പറയുമെന്ന് കുറേ നേരമായിട്ട് പ്രതീക്ഷിച്ചു. അല്ല, ആ ഫേസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ. ഓക്കെ, എന്തായാലും പൊള്ളിച്ചതിൽ ആരും തൊടരുത്. ഇതെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും ആദ്യം ഇത് നല്ല ചൂടോടുകൂടി വെച്ചിട്ട് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ഇപ്പോഴാണ് എൻജോയ് ചെയ്യുന്നത്. വേറെ എന്തൊക്കെയാണ് നമ്മുടെ ഡിഷുകൾ? ഇത് നല്ല നെയ്മീന് കുടമ്പുളി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ശരി, ഇത് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞ കപ്പരൂടത്തിലാണ് ഇത് കഴിക്കേണ്ടത്. അങ്ങനെ ഇവിടുത്തെ ഒരു വെറൈറ്റിയാണത്. കപ്പ അങ്ങോട്ട് ഇട്ടിട്ട് പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇച്ചിരി മീൻചാറുടെ മേലോട്ട് ഒഴിച്ച് കുഴച്ചൊരു പിട്ടത്ത് അങ്ങോട്ട്. എൻ്റെ കൺട്രോൾ പിടിക്കുമല്ലേ? ചോറിനും ബെസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കാം. നെയ്മീൻ അപ്പോൾ റെഡി കഴിഞ്ഞു. ഇനിയുണ്ട് മെയിൻ സാധനം ഇനിയും കഴിക്കാൻ. പായസം അടപ്രഥമൻ. അപ്പോൾ ഒരു 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 കാര്യം കൂടെ പറഞ്ഞോട്ടെ, എന്നെ ഇവിടെ നിന്ന് പിടിച്ചെണീപ്പിക്കണം. കാരണം ഇപ്പം തന്നെ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പ്രേക്ഷകരും ഹാപ്പിയാണ്, ഞാൻ പിന്നെ വളരെ ഹാപ്പിയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് മിക്കവാറും എന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന സീൻ എടുക്കരുത്. കാരണം പിടിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ഇനി ക്യാമറ ഇല്ലാതെ ഞാൻ നിത്യ സന്ദർശകനായിരിക്കും ഇവിടെ. അപ്പോൾ പൈസ തരേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.